ദുരന്തം തകർത്ത പുഞ്ചിരിമട്ടത്തേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങി. ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹാദുരന്തത്തിന്റെ 9ാം നാൾ അവിടെ തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കയിലേക്കും ഒക്കെ കൂടുതൽ ആൾക്കാർ അവരുടെ വീടിരുന്ന സ്ഥലം, അവരുടെ വീട് എന്ന് പറയാൻ കഴിയില്ല, അവരുടെ വീടിരുന്ന സ്ഥലം നോക്കി വരുന്ന സമയം കൂടിയാണ്. അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചയാണ്. സ്വന്തം വീട്, ഇക്കാലം അത്രയും സമാധാനമായി ശാന്തമായി ജീവിച്ചിരുന്ന സ്വന്തം വീട്, അപ്പോൾ അവിടെ ഉള്ളത് ഒന്ന് തറ പോലും ഇല്ലാതെ അവശേഷിക്കാതെ ഇല്ലാതായിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പൊളിഞ്ഞ് മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുന്ന കാഴ്ച അവർ കാണുകയാണ്. ഇത് പുഞ്ചിരിമട്ടം സ്വദേശി, ഇത് പ്രശാന്തിന്റെ വീടാണ്. ഇവിടെ JCB ഉണ്ട്, ഇവിടെ JCB ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇളക്കി പരിശോധിക്കണം. പ്രശാന്ത് ഇന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചേട്ടാ, ഇത് പിന്നിപ്പിടാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ഉരുൾപൊട്ടലിന് തലേന്ന് ഇവിടുന്ന് പോയത്, ഞാനും അമ്മയും ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാറി താമസിക്കണം. അപ്പോൾ ഇവിടുന്ന് തലേന്ന് തന്നെ ഞങ്ങൾ 1 മണിക്കും 12 മണിക്കും എണീച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. റോട്ടിൽ കൂടിയും പുഴയിൽ കൂടെ ഒക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന്, രാത്രി റോഡ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് രാത്രി ഇറങ്ങാൻ നിന്നില്ല പൊട്ടുന്നതിന് തലേന്ന്. അങ്ങനെ നേരം വെളുക്കണവരെ ഞങ്ങളിവിടെ കാത്തു നിന്നിട്ട് നേരം വെളുത്ത് ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയി മേപ്പാടിക്ക് ഇവിടുന്ന് താമസം മാറി. അതുകൊണ്ട് ഞങ്ങൾ ജീവൻ കിട്ടി. നിങ്ങളുടെ ആയുഷ്കാലത്തിന് സമ്പാദ്യം കൊണ്ടൊക്കെ പണി? അതെ, നമ്മൾ സ്വപ്ന വീടായിരുന്നു അത്. ആ സ്വപ്ന വീട് ഇനിയിപ്പോൾ ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ മേഖലയിലുള്ള ഒരു വീട് പോലും ഇനി ഏതെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഈ ഏരിയയിൽ ഈ സൈഡിലുള്ള ഒരു വീട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ താമസം യോഗ്യമല്ല. സകല സാധനവും പോയി, ഒരു സാധനം എടുക്കാൻ കഴിഞ്ഞില്ല, എല്ലാം പോയി. ജീവൻ കിട്ടി അതന്നെ. ഇനി എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം. 2 ദിവസം മുമ്പ് ഞാൻ വന്നിട്ട് പറഞ്ഞു കാര്യങ്ങൾ. ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് അമ്മേൻ്റെ അടുത്തും ചായയും ഇതൊക്കെ കുടിച്ചിട്ടാണ് പോയത്. മഴ വീണ്ടും നോക്കണം, ഞാൻ പറഞ്ഞു. വേറെ ആരുമില്ല നമുക്ക് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചൂരമല പോയി. ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു. മഠത്തിൽ വിജയനും ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു എല്ലാവരും ഒയ്യണം പറഞ്ഞു. ഒരു അധികാരികൾ വന്ന് പറയാണ് ഞങ്ങൾക്ക് സങ്കടമില്ല. ഞങ്ങൾ ഉറ്റവരും ഉയരവരും എല്ലാവരും പോയി, കൂടപ്പറപ്പ് വരെ പോയി, ആരുമില്ല ഞങ്ങൾക്ക്. കുറച്ച് താഴെ ബുദ്ധിമുട്ടാവും. ഇത് സ്ലാബ് വീണോ നിങ്ങൾ ഉണ്ടാവില്ല. ഇവരോടും പറഞ്ഞിട്ട് അളിയനോടും അമ്മേനോടും പറഞ്ഞിട്ടുണ്ട്. അമ്മ വരാന്ന് പറയും. അമ്മ പറയും കുഴപ്പമില്ല, മഴ കുറവറിയും. ഞങ്ങളത് മഴ നോക്കണ്ട, അവിടെ നിന്ന് ഇടിഞ്ഞു വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഇവിടെ വന്നത്. ചേട്ടൻ്റെ വീട് കുറച്ച് താഴെ വീട് പോയി. ചേട്ടൻ പക്ഷേ അന്ന് രാത്രി ഉണ്ടായിരുന്നു. പൊട്ടുന്ന ഒച്ച വരെ നമ്മൾ കേട്ടതാണ്. ആ സമയത്ത് ഭീകരമായിരുന്നു. ഞാൻ മരിച്ചാലും മേടിക്കാറുണ്ട്. ഞാൻ എന്താ വെച്ചാൽ 2-3 ആൾക്കാരെ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ്, ഔട്ട് കവറേജ്, എല്ലാവരും ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഇവരെ വിളിച്ചിട്ട് ഇപ്പം പറഞ്ഞു സേഫ്റ്റിയാണ് പറഞ്ഞു. പിന്നെ 2-3 സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങളെവിടെ വിളിച്ചു? ഞാൻ കുടുങ്ങി കിടക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട. ഞാൻ മുണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. വീടിൻ്റെ 2ാം നിലയിൽ മുണ്ടാതെ ഇരുന്ന് വരുന്ന വെച്ച് കാണാം. ജനിച്ചാൽ ഒരു മരണം ഉറപ്പല്ലേ, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ട്, അതാണ് അപാര പൊട്ട്. അതിലാണ് നമ്മളെ വീട് മൊത്തം. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഭാര്യ പോയി ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടന്മാരെ മക്കള് എല്ലാവരും പോയി. കൺമുന്നിലാണ് പോയത്. ഇവരൊക്കെ വിളിച്ചിട്ട് വച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള അതിസമ്പന്നരായ ആളുകളൊന്നുമല്ല. ഉറുമ്പരിമണി കൂട്ടി വെക്കുന്ന പോലെ ചെറിയ കൂട്ടി സമ്പാദ്യമാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ? കൃഷിയൊക്കെ നോക്കി നടത്തുന്ന. അതെ. ഇവിടെ 2 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇങ്ങനെ തോട്ടം നോക്കി ആളുള്ള ഇതിലുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആളാണ്. വീടൊക്കെ വെക്കുന്നത് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന വീടൊക്കെയാണല്ലോ എല്ലാവരും അല്ലേ? അതെ. നമ്മൾ ഈ കുറച്ച് ഈ കൃഷി കിട്ടിയത് ഇതിന്ന് കിട്ടിയ വീടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അല്ല ലോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് ബൈക്കാണ്. ബൈക്ക് പോയി. ഒന്നും കൂടി ഉണ്ട് ബൈക്ക് വീടിനകത്തിരിക്കുക. അതെ. ബൈക്ക് 2 ബൈക്ക് ഉണ്ട്, ഒന്നും കൂടി ഉണ്ട്. ഇനി ജീവിതം ആദ്യം മുതൽ വീടൊക്കെ വെക്കണം. ഇനി ഫസ്റ്റ് തൊട്ട് ഇനി ജീവിതത്തിൽ ഇനി പണിയെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം. അല്ലാതെ ഒരു മാർഗവുമില്ല, എല്ലാം പോയില്ലേ. ഒട്ടുമിക്ക വീടുകളുടെയും അവസ്ഥയും അവിടെ വരുന്ന വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഇത് തന്നെയാണ്. സങ്കടമാണ്, വേദനയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ സമർപ്പിക്കുന്നു. അതിന് കാരണം പെട്ടെന്ന് ഒന്നുമില്ലാത്തവരാണ്, ആരോരുമില്ലാത്തവരായി പോയവരാണ്. പെട്ടെന്ന് ഇവരുടെ ഈ വീട്, ഇവരുടെ ഈ സമാധാനം, ഇവരുടെ ഈ ശാന്തി തിരികെ കൊടുക്കാൻ നമുക്ക് സംവിധാനത്തിന്, സർക്കാരിന് ബാധ്യതയുണ്ട്. പുഞ്ചിരിമട്ടത്തു നിന്നും ക്യാമറാമാൻ രാഹുൽ VS ഹാഷ്മി താജ് ഇബ്രാഹിം, 24.
ദുരന്തഭൂമിയിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചകളാണ് എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് അല്ലേ? ഇന്നും അവിടെ തെരച്ചിൽ നടക്കുകയാണ്, 9ാം ദിനത്തിലാണ്. ഇന്ന് ഇതുവരെ ഒരു റിക്കവറി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്നൊരു ശരീരഭാഗം കിട്ടി എന്നുള്ളതൊഴിച്ചാൽ മറ്റ് റിക്കവറികളില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൻ്റെ വിവരങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞു.